കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസിന്റെ കാലമാണ്, കോൺഗ്രസ് തരംഗമാണെന്നൊക്കെ. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇന്ന് ഒരു വാർത്ത വരുന്നത്. ഒറ്റയാഴ്ച കൊണ്ട് ഒരു നേതാവ് മലക്കം മറിഞ്ഞ് അവസാനം കോൺഗ്രസിന്റെ കൂട്ടിൽ കയറുകയാണ് ഉണ്ടായത്. CPM-ന്റെ കാര്യത്തിൽ ഈ വർഷത്തോടെ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തത് കേന്ദ്രത്തിൽ പിടിമുറുക്കിയ BJP എന്നതാണ്. അവരാണെങ്കിൽ അമിത്ഷായുടെ നിർദ്ദേശം പാലിക്കാനായിട്ട് 25% വോട്ട് കുപ്പിയിലാക്കാൻ നടക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരം പോലെയുള്ള BJP-യുടെ A ക്ലാസ് മണ്ഡലത്തിൽ പോലും അവർക്ക് 50 സീറ്റിൽ മത്സരിക്കാൻ ആളില്ല. അങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ്. എന്നാൽ അത് CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ BJP ആളെ നിർത്താതെ ഇരിക്കുന്നതാണെന്ന ചൊല്ലുമുണ്ട്. എന്നാൽ BJP CPM പോകട്ടെ എന്ന് കരുതി സ്ഥാനാർത്ഥികളെ നിർത്താത്ത ഇടങ്ങളിൽ പോലും UDF തരംഗമാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് BJP-യിലേക്ക് പോയത്. കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച മുൻപ് BJP-യിൽ ചേർന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് നിരുപാധികം മാപ്പ് പറഞ്ഞ് കോൺഗ്രസിലേക്ക് മടങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടനാണ് രാഷ്ട്രീയ മലക്കം മറിച്ചിൽ നടത്തിയത്. സംഭവിച്ചതൊന്നും തനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്നും ഇനിയുള്ള കാലം കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നും അഖിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കഴിഞ്ഞ 19-ന് പന്തളത്ത് BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജാണ് കുന്നന്താനം സ്വദേശി അഖിലിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് BJP-യിൽ ചേരുന്നതെന്ന് സൂരജ് വ്യക്തമാക്കിയിരുന്നു. കുന്നന്താനത്ത് ചേർന്ന BJP യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതായി അഖിൽ പ്രഖ്യാപിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. എന്നാൽ ചിലർ BJP-യുടെ ഷോൾ തന്റെ കഴുത്തിലിട്ട ശേഷം ഫോട്ടോ എടുത്തതാണെന്നും തമാശയായി മാത്രമേ താൻ ഇതിനെ അന്ന് കണ്ടിട്ടുള്ളൂവെന്നുമാണ് അഖിലിന്റെ നിലപാട്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ചതിപ്രയോഗത്തിലൂടെ തന്നെ BJP-കാരനാക്കി ചിത്രീകരിക്കുകയായിരുന്നു. തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും രാജിവെച്ചിട്ടില്ലെന്നും അഖിൽ പറഞ്ഞു. ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസിന്റെയും UDF-ന്റെയും തേരോട്ടം തന്നെയാണ്.